ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC സ്റ്റോർ കീപ്പർ എന്ന തസ്തികയിലേക്കായിട്ടുള്ള മെയിൻ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരീക്ഷയുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചുവടെയുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. കോൺഗ്രസിന്റെ പൂർണ്ണ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമര രംഗത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങുവാൻ തീരുമാനമെടുത്തത്. ഗാന്ധിജി ഈ സമരത്തെ പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചു. ഏതെല്ലാം പ്രസ്താവനകൾ ശരിയാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2 മാത്രം ശരി. 1ഉം 2ഉം ശരിയാണ്. പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയാണ്. മാവോ സേതുങ്ങുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1911 ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവായിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. ലോങ് മാർച്ചിന്റെ നേതാവായിരുന്നു. 1949 ഒക്ടോബർ 1 ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ചെയർമാനായി സ്ഥാനമേറ്റു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3, 4 മാത്രം ശരി. 2, 3, 4 ശരി. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കുവാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപ കാരണമായി. ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. തിരുവിതാംകൂറിലെ രാജാവായിരുന്നു പഴശ്ശി രാജ. ഉത്തരം ഓപ്ഷൻ ഡി. 1, 2, 3 എന്നിവ മാത്രം ശരിയാണ്. 1, 2, 3. പഴശ്ശി രാജ കോട്ടയം രാജവംശത്തിന്റെ രാജാവായിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം ദ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി എഴുതിയത് ആര്? ഊർവശി ഭൂട്ടാലിയ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ്? ആക്സിയം 4. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് കൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം? ഓപ്ഷൻ എ ഹംബൾട്ട് പ്രവാഹം. ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വെക്കുന്നത്? മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്പേഡെക്സ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്ന് കണ്ടെത്തുക. സഹാറ മരുഭൂമിയിലെ ഹർമാറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായകമാകുന്നു. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചരിവിൽ ഫോൺ ശീതക്കാറ്റ് വീശുന്നു. ഓപ്ഷൻ ബി 1, 2. ചിൽക്ക തടാകം ഏത് നദി ഡെൽറ്റയ്ക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി മഹാനദി ഗോദാവരി ഡെൽറ്റ.
സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ. നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഉത്തരം ഓപ്ഷൻ സി, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 10ാം പഞ്ചവത്സര പദ്ധതി. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ലാത്തത് ഏത്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് എത്തിക്കുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഓപ്ഷൻ ഡി ഇവ ഒന്നുമല്ല. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സുസ്ഥിര വികസനം. ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ്ണഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ആഗോളവൽക്കരണം ഒരു നയമല്ല, ഒരു പ്രതിഭാസമാണ് എന്ന അഭിപ്രായം ആരുടേതാണ്? അമർത്യ സെൻ. ലേസസ് ഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവ് ആദം സ്മിത്ത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവം. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് MN റോയാണ്. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26-നാണ്. സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 1, 2, 3 ശരിയാണ്. സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിദാനന്ദ സിൻഹയാണ്. അതിനുശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അടുത്തത്, ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏത്? ആമുഖം. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ്. ഭരണഘടനയുടെ ഭാഗം 4-ൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ പൗരത്വം ആർജിക്കുവാനുള്ള ഒരു മാർഗമാണ് ചിരകാലവാസം. ഭരണഘടനയുടെ 4 മുതൽ 12 വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ, 4 ഓൺലി. ഭരണഘടനയിൽ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്തത്, ചേരുംപടി ചേർക്കുവാനായിട്ടാണ് ചോദ്യം. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ റിട്ടുകളാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കൊവറാൻഡോ, പ്രോഹിബിഷൻ. ഉത്തരം ഓപ്ഷൻ ഡി. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. കോവറാൻഡോ എന്ത് അധികാരത്തിൽ? പ്രോഹിബിഷൻ റദ്ദാക്കുക. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ്? ഓപ്ഷൻ ഡി, നിർദ്ദേശക തത്വങ്ങളിൽ. അടുത്തത്, ചേരുംപടി ചേർക്കുവാനാണ്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, കേന്ദ്ര പ്രതിരോധ മന്ത്രി, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ, ലോകസഭാ സ്പീക്കർ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ.
കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. ലോകസഭാ സ്പീക്കർ ഓം ബിർള. BNSSന്റെ പൂർണ്ണരൂപം. ഓപ്ഷൻ സി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭ പദ്ധതി ഏത് വിഭാഗത്തിന്റെ ക്ഷേമത്തിനായുള്ളതാണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി. കേരള സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ചത് എന്ന് മുതൽ? 2018. 2024 കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം കേരളം. കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ഡാഷ് വർഷം രൂപീകരിക്കുകയും അതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡാഷ് സ്ഥലത്തുമാണ്? ഓപ്ഷൻ ഡി 2007 രൂപീകരിക്കുകയും അതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തുമാണ്. ഗാർഹിക പീഡന നിയമ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? ഓപ്ഷൻ സി APJ അബ്ദുൽ കലാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഓപ്ഷൻ ബി ആണ് നിയമാനുസൃത സ്ഥാപനമാണ്. അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഏത്? മില്ലറ്റ് വില്ലേജ് പദ്ധതി. മനുഷ്യനിൽ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ കെ. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7. ജൈവ വൈവിധ്യം എന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് വിൽസൺ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏത്? ഫീമർ. മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏത്? പ്ലാസ്മോഡിയം. താഴെ തന്നിരിക്കുന്നവയിൽ പോളിജനിക് പാരമ്പര്യത്തിന് ഉദാഹരണം ഏത്? മനുഷ്യ ത്വക്കിന്റെ നിറം. ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി ഇലക്ട്രോണിക്സിന്റെയും ഇൻഫോർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യം ഏത്? ഇന്ത്യ. ആകാശം നീല നിറത്തിൽ കാണുവാൻ കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം വിസരണം. 25 ഗ്രാം മാസുള്ള ഒരു വസ്തു ഭൂഗുരുത്വാകർഷണ ബലത്താൽ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അതിന്റെ ഭാരം എത്രയായിരിക്കും? 0. കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോൾ ഗുംബസ് എന്ന മർമര ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗാലറിക്കുള്ളിൽ ആവർത്തിച്ച് കേൾക്കാം. ഇതിന് കാരണം ശബ്ദത്തിന്റെ ഏത് പ്രതിഭാസം ആണ്? അനുരണനം. സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മ. റഷ്യയിലെ വ്യോമതാവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേര് എന്ത്? ഓപ്ഷൻ എ ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. താഴെ പറയുന്നവയിൽ ജലത്തിൽ pH മൂല്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലവണം ഏത്? സോഡിയം കാർബണേറ്റ്. ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തം ഏത്? അമോണിയം നൈട്രേറ്റ്. താഴെ പറയുന്നവയിൽ രൂപാന്തരത്വം കാണിക്കാത്ത മൂലകം ഏത്? ബിസ്മത്ത്. 2025 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം? അഞ്ചിഗഡ്. 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിന്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ആര്? എയ്ഡൻ മാർക്രം. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക.
തന്നിരിക്കുന്നു. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വാഗ്ബടാനന്ദൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ, ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓപ്ഷൻ ബി ആണ് 1, 3 മാത്രം. അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. അടുത്ത ചോദ്യം, എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. ഉത്തരം ഓപ്ഷൻ സി 3 മാത്രം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെക്കുറിച്ച് താഴെ കൊടുക്കുന്നു, ശരിയായവ കണ്ടെത്തുക. തിരുവാതിര, ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആഘോഷിക്കുന്നു. ഓണം, കേരളത്തിന്റെ ദേശീയോത്സവം. വിഷു, പുതുവർഷാരംഭത്തെയും പ്രകൃതിയുടെ ഉണർവിനെയും സൂചിപ്പിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി, എല്ലാം ശരിയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്? ഓപ്ഷൻ ഡി ആണ് 2 മാത്രം. PR ശ്രീജേഷ്, മനു ഭാക്കർ. KR മീരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 3 മാത്രം. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2025 മെയ് 7 ഇത് നടന്നത്. ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര, വ്യോമ, നാവിക സേനകൾ പങ്കെടുത്തു. ഓപ്ഷൻ സി, എല്ലാം ശരിയാണ്. UN സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് 2025 ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു, ശരിയായത് കണ്ടെത്തുക. തന്നിരിക്കുന്ന 1-ാം സ്ഥാനം ഫിൻലാൻഡ്, 2-ാം സ്ഥാനം സ്വീഡൻ, 3-ാം സ്ഥാനം ഇന്ത്യ. ശരിയായത് ഓപ്ഷൻ ഡി ആണ് 1, 2. 1-ാം സ്ഥാനം ഫിൻലാൻഡ്, 2-ാം സ്ഥാനം സ്വീഡൻ ശരിയാണ്, 3-ാം സ്ഥാനം ഡെൻമാർക്കിനാണ്. ഇന്ത്യയുടെ സ്ഥാനം 99. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഒരു സോഫ്റ്റ്വെയറിന്റെ കോപ്പീസ് വിതരണം ചെയ്യുന്നതിനുള്ള ഫ്രീഡം ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ ഫ്രീഡം 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് മുമ്പ് ചില ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ച് നോക്കി വാങ്ങുവാൻ കഴിയുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ഷെയർവെയർ എന്ന് പറയുന്നത്. GNU ലിനക്സ് സോഫ്റ്റ്വെയർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, എല്ലാം ശരിയാണ്. താഴെ തന്നിരിക്കുന്ന നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റാൻ മോഡം ഉപയോഗിക്കുന്നു. സിഗ്നലുകളെ പുനർനിർമ്മിക്കുവാൻ വേണ്ടി റിപ്പീറ്റേഴ്സ് ഉപയോഗിക്കുന്നു. ഒരു സ്കൂൾ ക്യാമ്പസ് പരിധിയിൽ വരുന്ന നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ്. ഓപ്ഷൻ സി 3. വിത്തുകളുടെ ഉൽപാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കുവാനും വിത്തുകൾ പ്രഭവ സ്ഥാനത്തിൽ നിന്നൊരു കർഷകൻ എത്തുന്നതുവരെ പൂർണ്ണമായി പിന്തുടരുവാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ ഇക്കോസിസ്റ്റം ഭാരത സർക്കാർ 2023 തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് സാത്തി. സൈബർ ക്രൈം ഇരകൾക്ക് ജൂറിസ്ഡിക്ഷൻ പരിമിതികൾ മറികടന്ന് ഓൺലൈനായി FIR നൽകുന്ന ഭാരത സർക്കാർ സംരംഭം E0FIR. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾക്ക് ഒരു ഉദാഹരണം ഏതാണ്? പേൾ. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി മാത്രം നടപ്പിലാക്കിയ നിയമനിർമ്മാണം. ഓപ്ഷൻ എ ആണ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം 2007. താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മുകളിലുള്ളത് എല്ലാം.
താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ ഓഫീസറെ നിയമിക്കുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കിയ വർഷം 2012. താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് 1992. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പ്രതിസന്ധി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? ദുരന്ത നിവാരണ നിയമം 2005. 2025 ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാൻ മന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന. ഇനി വരുന്നത് 10 മാത്സ് ചോദ്യങ്ങളാണ്. ഉത്തരം മാത്രം പറയുന്നു. 71ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 72ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 73 ഓപ്ഷൻ എ. 74ാമത്തെ ചോദ്യം 74 ഓപ്ഷൻ എ. 75ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 76ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 77 ഉത്തരം ഓപ്ഷൻ ഡി. 78ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 79ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 80ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇനി വരുന്നത് 10 ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ആണ്. Give the correct verb form. 700 rupees dash too much for this saree. Option A is. Choose the best antonym for thrifty, extravagant. Remember to switch off the fan. Choose the appropriate tag. Warned you. Choose the correct preposition. We celebrate Independence Day dash 15 August on. She was mending socks. Choose the correct passive form. Socks were being mended by her. The meaning of the idiom at 6s and 7s is in a state of confusion. Choose the correctly spelled word. Option A. CIRCUMLOCUTION. Circumlocution. Mrs. Kamla said to Raju, place the dishes on the table. Choose the most appropriate indirect speech. Option A. Mrs. Kamla asked Raju to place the dishes on the table. The meaning of the word alma mater is the university, school or college that one formerly attended. I can't dash my roommate's messiness. Put up with. ഇനി വരുന്ന 10 ചോദ്യങ്ങൾ മലയാളമാണ്. ഓശ എന്ന വാക്കിന്റെ സമാനാർത്ഥമുള്ള പദം ശബ്ദം. പക്ഷി എന്നർത്ഥം വരാത്ത പദം ദ്വിജം. അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം പ്രേഷകൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദം ഏത്? ഗുരുക്കൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? മടയൻ. കാസിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ആകാശക്കോട്ട. സർവജ്ഞൻ എന്ന വാക്കിന്റെ വിപരീത പദം കിഞ്ചിജ്ഞൻ. പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുക പൊൽക്കുടം. പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഏടുകെട്ടുക. അവസാനത്തെ ചോദ്യം ശ്വശുരൻ എന്ന പദത്തിന്റെ എതിർലിംഗം ഏത്?
സോസ്ട്രോ. കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്